പാട്ടിന്റെ പൊൻകണി ഒരുക്കിയ പ്രേക്ഷകരുടെ കുട്ടിക്കുറുമ്പുകളുടെ സംഗീതവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുസൃതിക്കൂട്ടിലെ സ്നേഹമണിമുത്തുകൾക്ക് അനുഗ്രഹമേകാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ. സ്വരവിരുന്നിലെ നിർമ്മലനാദം നമ്മുടെ സ്വന്തം സീതക്കുട്ടി. വെൽക്കം സീതാലക്ഷ്മി ഓൺ സ്റ്റേജ്. രാഘവ രാമരാജ്യത്തിൻ പ്രിയ നായക, വൈദേഹി എന്നെങ്ങു രാമ രാഘവ. വൈദേഹി എവിടെ? വൈദേഹി എന്ന് വെച്ചാ ആരാ? മൈഥിലി വൈദേഹി സീതക്കുട്ടി. ഈ മധുവിനെ പോലെ ഒരു 10 ജന്മം കഴിഞ്ഞാലെങ്കിലും എനിക്ക് പാടാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്താ? ഞാൻ അസൂയപ്പെട്ടാണ് കേട്ടോ. എന്തൊരു പാട്ടാണ്, ഒരു രക്ഷയില്ല. ഏത് പാട്ട് പാടിയാലും അത്രയും ഗംഭീരമായിരിക്കും. ഈശ്വര, ഒരു 10 ജന്മം കഴിഞ്ഞിട്ട് എന്റെ അമ്മേ ഈ മധുവിനെ പോലെ പാടാൻ. എന്തൊരു വിനയാന്നറിയോ? പേര് ജയചന്ദ്രൻ എന്നല്ല ഇട്ടത്, വിനയചന്ദ്രൻ. ഇന്നു മുതൽ വിനയചന്ദ്രൻ എന്നറിയപ്പെടും. മക്കളെ, ഏതാണ് പാട്ട്? ആരാത്രി മാഞ്ഞുപോയി, ONV സറൗണ്ടില്. ഓക്കെ, സൂപ്പർ ആക്കും. താങ്ക് യു സർ. രാത്രി മാഞ്ഞുപോയി, ആ രക്തശോഭമാ രാത്രി മാഞ്ഞുപോയി, ആ രക്തശോഭമാ ആയിരം കിനാക്കളും പോയി മറഞ്ഞു, രാത്രി മാഞ്ഞുപോയി. പാടാൻ മറന്നു പോയ പാട്ടുകളല്ലോ നീ മാടത്ത് മധുരമായി പാടുന്നു, ആ രാത്രി മാഞ്ഞുപോയി, ആ രക്തശോഭമാ ആയിരം ദിനാക്കളും പോയി മറഞ്ഞു, രാത്രി മാഞ്ഞുപോയി. അത്ഭുത കഥകൾ ചിപ്പുകൾ തുറന്നോരോ മുത്തെടുത്തിന്നു നിന്റെ മടിയിൽ വയ്ക്കാം. അത്ഭുത കഥകൾ ചിപ്പുകൾ തുറന്നോരോ മുത്തെടുത്തിന്നു നിന്റെ മടിയിൽ വയ്ക്കാം. പ്ലാവില പാത്രങ്ങളിൽ പാവയ്ക്കു പാൽ കുറുക്കും പൈതലായി വീണ്ടും എൻ്റെ അരികിൽ നിൽപ്പൂ. ആ രാത്രി മാഞ്ഞുപോയി, ആ രക്തശോഭമാ ആയിരം കിനാക്കളും പോയി മറഞ്ഞു, രാത്രി മാഞ്ഞുപോയി.
അപ്പോഴാണ് രാത്രിയിൽ നിലാവ് പരന്നത്. അവിടെ കണ്ടില്ലേ ആ പൂർണ്ണചന്ദ്രനും നിലാവും ഒക്കെ അല്ലേ? അപ്പോൾ ഒരു സംഗീതത്തിൻ്റെ നിലാവ് ഇവിടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ വേദിയിൽ നിരന്തരം കൊണ്ടുവന്നിരിക്കുന്ന ആളാണ് നമ്മുടെ സീതക്കുട്ടി. അതിന് പ്രത്യേകം ഒരു കൂഡോസ്. അതെ, താങ്ക് യു സർ. ഞാനെപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഷെയർ ചെയ്യാം. ആ. എല്ലാവരും പല ആൾക്കാരും ഇത് പാടുമ്പോഴത്തേക്കും ആ രാത്രി മാഞ്ഞു പോയി, ആ രക്തശോഭമാം. ശരിക്കും പറഞ്ഞാൽ ആ രക്തശോഭമാം എന്നല്ല, ആ രക്തശോഭമാം എന്നുള്ളൊരു ഒറ്റ വാക്കാണ്. മനസ്സിലായില്ലേ? ആ രക്തശോഭം എന്ന് പറഞ്ഞാൽ ഈ രക്തചന്ദനത്തിന്റെ ശോഭയുള്ളത് എന്നാണ് അർത്ഥം അതിന്റെ. എന്ന് പറഞ്ഞാൽ നാനാർത്ഥത്തിൽ അനുരാഗം എന്ന് വരാം. അങ്ങനെ അനുരാഗ ശോഭമാം 1000 കിനാവുകൾ അത് പോയി മറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ പാടുന്നത് എന്താണ്? ആ രാത്രി മാഞ്ഞു പോയി, ആ രക്തശോഭമാ എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയാണ് ആ അർത്ഥം കംപ്ലീറ്റ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ രക്തശോഭമാം 1000 കിന, അത് ഒന്നിച്ചാണ്. അപ്പൊ ശരി, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ രാത്രി മാഞ്ഞു പോയി, എന്നിട്ട് പാട്ട് വരുമ്പോ ആ രാത്രി മാഞ്ഞു പോയി, ആ രക്തശോഭമാ 1000 കിനാവുകൾ അല്ലേ? അതെ, അതെ. അങ്ങനെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്താണ് അങ്ങനെ അന്ന് അത് ആ രീതിയിൽ ചെയ്യപ്പെട്ടതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് ഷെയർ ചെയ്യുന്നു കേട്ടോ. ജസ്റ്റ് ഫുഡ് ഫോർ തോട്ട്. ഓക്കെ, അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എനിക്ക് ഇന്നത്തെ പെർഫോമൻസിൽ എനിക്കൊരു ചെറിയൊരു ഗ്ലിച്ച് എന്ന് എനിക്ക് തോന്നിയത്, സാധാരണ ശ്രുതിയുടെ പ്രോബ്ലംസ് അങ്ങനെ അങ്ങ് വരാറില്ല സീതക്കുട്ടിയുടെ. ഇന്ന് അവിടെ ആയിട്ട് ചെറുത് ഫ്ലാറ്റായിട്ടും ചില ഷാർപ്പ്, അപ്പൊ ഷാർപ്പും ഫ്ലാറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പല സ്ഥലത്ത്. അപ്പൊ പ്രത്യേകിച്ചും മടിയിൽ വയ്ക്കാം, കഥകൾ ചൊല്ലാം, 2 ചരണത്തിലുള്ള ഒരേ സ്ഥലമാണ്. അതൊന്ന് പഠിക്കും. ആ സസ്റ്റെയിനില് കുറച്ച് ഷാർപ്പാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയ കാര്യമാണ്, പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങളിൽ വലിയ കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് മഹാന്മാർ പറയുന്നത് സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ഈ പാട്ട് ചിത്ര ചേച്ചി, എൻ്റെ അമ്മേ, എന്തൊരു ശബ്ദമാണ്, ഒരു പ്രിസ്റ്റീൻ വോയിസ് ആണ്. മാത്രമല്ല ചേച്ചി അത് പാടിയിരിക്കുന്നത്, ഉൾക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ നമസ്കാരം ചേച്ചിക്ക്. ഈ പാട്ടും എല്ലാ പാട്ടും അങ്ങനെയാണ്, ഈ പാട്ട് പ്രത്യേകിച്ചും അങ്ങനെയാണ്. അപ്പൊ ചേച്ചി പാടിയിരിക്കുന്ന ആ ബ്യൂട്ടി ഉണ്ടല്ലോ, അത് കുറെയൊക്കെ സീതക്കുട്ടിക്ക് ഇന്നിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ചേച്ചി പാടിയതിൻ്റെ 5% പാടാൻ പറ്റിയ സീതക്കുട്ടി ഒരു വലിയ പാട്ടുകാരിയാണെന്ന് ഞാൻ പറയും. അപ്പൊ 5%ലേക്ക് ആദ്യം എത്തട്ടെ കേട്ടോ. അത് സാധിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സീതക്കുട്ടി നന്നായിട്ട് വളരെ നന്നായിട്ട് തന്നെ പാടി. ഈ പറഞ്ഞ പോലെ ഒരു ചിത്ര ചേച്ചി പാടിയതിൻ്റെ ഒരു ഭൂരിഭാഗം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രമിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ഥലത്ത് ഷാർപ്പായി, ചില ലാൻഡിങ് നോട്ട്സ് ഫ്ലാറ്റായി ചില സമയത്ത്. എന്തായാലും നന്നായിരുന്നു. ചിത്ര ചേച്ചി പറഞ്ഞ പോലെ, കുട്ടിച്ചേട്ടൻ പറഞ്ഞ പോലെ വളരെ മനോഹരമായിട്ട് പാടി വെച്ച പാട്ടാണ്. ചേച്ചി പാടുന്ന എല്ലാം മനോഹരമാണ്. പ്രത്യേകിച്ച് ഈ പാട്ട് കുട്ടിക്കാലം മുതൽ വളരെ എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ്. അതിങ്ങനെ നമുക്ക് കേട്ട് ഇങ്ങനെ തളമ്പിച്ചത് കൊണ്ട് ആണ് ഞങ്ങളിങ്ങനെ ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, ഇനിയും പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇവിടെ വന്ന് കുറച്ചൊന്ന് വാമപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് സ്റ്റേജിൽ കയറുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. എന്നെ രാജാ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയ 2 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് ചിത്ര ചേച്ചിയും ഒന്ന് ഈ മധുബാലകൃഷ്ണൻ. വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ ഞാൻ കുറച്ച് ചെറുതായിരിക്കുമ്പോഴാണ്, സീതക്കുട്ടിക്കാളും കുറച്ചുകൂടെ വയസ്സുണ്ടാവും. അപ്പോൾ ചെന്നൈയിൽ ചേച്ചിയുടെ വീട്ടിൽ താമസിക്കുകയും ചേച്ചി റെക്കോർഡിങ്ങിന് പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ നമ്മുടെ AVM സ്റ്റുഡിയോയിൽ, AVM RR എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ വലിയ വാതിലുകളൊക്കെ ഉള്ള, നമ്മൾ ഒത്തിരി തള്ളി തുറക്കേണ്ട വാതിലുകളൊക്കെ ഉള്ള, അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഇടനാഴിയിലൂടെ ഒക്കെ പോയി കുറേ ദൂരം പോയി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ രാജാ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അത്ര ആരാധനയാണ്. എൻ്റെ ബെഡ്റൂമിൽ, എൻ്റെ വീട്ടിൽ രാജാ സാറിൻ്റെ കുറേ പടങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അക്കാലത്ത്. അദ്ദേഹത്തിൻ്റെ പല 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 കോമ്പോസിഷൻസ് ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണ്
അപ്പോൾ അങ്ങനെ ഉള്ളിൽ പോയപ്പോഴത്തേക്കും രാജാ സാറ് ഒരു വെള്ള ജുബയും ഒരു വെള്ള മുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ താഴെ ഇരിക്കുന്നുണ്ട്, ഒരു ചെറിയ ദിവാൻ മാതിരി ഇട്ടിട്ട് അവിടെ ഹാർമോണിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചിത്ര ചേച്ചി ഇങ്ങനെ എന്നെ പരിചയപ്പെടുത്തും, ഇത് എൻ്റെ കസിനാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്, പാടും എന്ന് പറഞ്ഞു. ഇപ്പോൾ രാജാ സാർ ഇങ്ങനെ എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. അത് രാജാ സാറിനെ കണ്ട ഉടനെ ഞാൻ സ്തബ്ധനായി പോയി. എനിക്ക് എന്ത് മിണ്ടണം എന്ത് പറയണം എന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാനിങ്ങനെ അരണ്ട പൂച്ച പോലെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോഴത്തേക്കും പിന്നെ സൈലൻസാണ്. രാജാ സാർ ഒന്നും പറയുന്നില്ല, ചിത്ര ചേച്ചി ഒന്നും പറയുന്നില്ല, ഞാനും ഒന്നും പറയുന്നില്ല. എനിക്ക് പറയാൻ ഒരു വാക്ക് പോലും വരില്ല. അപ്പോൾ പാടാൻ വല്ലതും പറഞ്ഞാൽ എനിക്ക് ഒരൊറ്റ വാക്ക് പോലും പാടാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ സൈലൻസിൽ ചിത്ര ചേച്ചി പറഞ്ഞു, ശരി സാർ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി. ചിത്ര ചേച്ചി പറഞ്ഞു, നീ എന്താണ് ഇത്ര നേരം ഇത്രയും വലിയ, നിനക്കൊന്ന് പോയി നമസ്കരിച്ചൂടായിരുന്നോ? ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. നീ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ചേച്ചി പറഞ്ഞു. അതൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. രാജാ സാറിനെ ആദ്യമായിട്ട് ചേച്ചി കണ്ടു. അപ്പോൾ ചേച്ചി അത്രയും സ്നേഹത്തോടുകൂടി എന്നെ അവിടെ കൊണ്ടുപോയതാണ് ചേച്ചി. അപ്പോൾ ആ മൊമെന്റ്സ് ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ സമയത്ത് കേട്ടോ. അപ്പോൾ ഇന്ന് ചിത്ര ചേച്ചിയുടെ, ബോംബെ രവി സാറിൻ്റെ, ONV സാറിൻ്റെ, ഹരിഹരൻ സാറിൻ്റെ ഈ പാട്ടിന് you're going to be awarded a triple wow today. പോരട്ടങ്ങനെ ഒരു സീതപ്പുക്കുറ്റി. വാ വാ wow. അപ്പൊ സീതക്കുട്ടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് എന്നോടോ? രണ്ടുപേരോടും. അയ്യോ, രണ്ടുപേർക്ക് എന്തായാലും പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ ചോദിക്കാം. ഓക്കെ? ഓക്കെ. കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം. താവളം. അല്ല അല്ല അല്ല, അങ്ങനെയാ ആവാം. പക്ഷെ ഞാൻ ആ വളമാ ഞാൻ ഉദ്ദേശിച്ചത്. കോവളം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിച്ചാലോ? വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വേറെ ക്വസ്റ്റ്യൻ. ആമയെ മറിച്ചിട്ടാൽ എന്താവും? ആമയെ മറിച്ചിട്ടാൽ എന്താവും? മുയലാണോ? അതെങ്ങനെയാ ആമയെ മറിച്ചിടുമ്പോ മുയലാവുന്നത്? തോപ്പിക്കുന്നത് അല്ല, ആമയാണ് മുയലിനെ അല്ല 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 അല്ല. ആമയെ മറിച്ചിടുമ്പോ ആമ കൈകളും കാലൊക്കെ മുകളിലേക്കാക്കി കിടക്കും. അല്ല അല്ല, അതൊന്നും അല്ല. മറിയാമയാണോ? മറിയാമ. ഓ, എന്റെ പേപ്പർ ഞാൻ താഴെ വെച്ചിട്ടോ. അത് നോക്കി പറഞ്ഞു തന്നെയല്ലേ. ഞാൻ പോട്ടെ പറഞ്ഞു ഇത്രയും നേരം കാത്തിരുന്നു. അപ്പോഴത്തേക്കും ഇങ്ങനെ വിജൃംഭിച്ച് വേറെ ലെവലെന്താ? ഇത് വേറെ ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ ഇത് ലാസ്റ്റാ. അപ്പൊ മറിയാമ്മ ശരി, ഇത് ലാസ്റ്റ് ഒരേ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ആരും പറഞ്ഞു കൊടുക്കാൻ പാടില്ല കേട്ടല്ലോ ആരും. എന്താണെന്ന് വെച്ചാ, തല പുറകിലുള്ള ഒരു ജീവി അതാ. മീനോട്ടിയാണോ? എന്റെ തല മുന്നിലല്ലേ? കണ്ടില്ലേ? അല്ല, ഞാനൊന്നല്ല, ജീവിയാണ്. ഞാനൊന്നും അല്ല, വേറെ. സുഷി അറിയാം കേട്ടോ. പക്ഷെ സുഷി പറയൂല. വലിയ ജീവിയാണോ? എത്രയൊക്കെ ഉണ്ടാവും. എത്രക്ക്? ഇവിടെ മുതല് ഇവിടെ വരെയൊക്കെ ഉണ്ടാവും. മുതലാണോ? ഇത് പറ്റൂല, ഈ പരിപാടി പറ്റും. ഈ കളിക്ക് ഞാനില്ല. ഇത് എല്ലാം പറഞ്ഞിരുന്നല്ലേ? പിന്നെ ഞാൻ വിശ്വസിച്ചു. ക്രോക്കഡൈൽ ടീയേഴ്സ്. പിന്നെ അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? അത് നിർത്തി. ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാ KK ജോസ്. ശരി, ഞാൻ നിർത്തി ഈ പരിപാടി, അവസാനിപ്പിച്ചു ഞാൻ. എന്നാ നമുക്ക് അടുത്ത ആളെ വിളിച്ചാലോ? സ്വരസർഗ വിരുന്നിൽ കിളിക്കൊഞ്ചലുമായി പ്രേക്ഷകരുടെ പ്രിയ ഗായിക ആവണിക്കുട്ടി എത്തുന്നു. വെൽക്കം ആവണി ഓൺ സ്റ്റേജ്. ആവണിപ്പാലിയുമായി വരുന്നേ തിങ്കളേ ഇതിലേ. ഈ ഡ്രസ്സും കലക്കിയിട്ടുണ്ട്. താങ്ക് യു. ഇതും അമ്മ തുന്നിയതാണോ? ആഹാ, ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇനി അമ്മയെ കൊണ്ട് അതെ മധുവിന് ഇതുപോലത്തെ നന്നായിരിക്കും. നമുക്കൊരിക്കലും ട്രൈ ചെയ്യാം മധുവിനെ. ശരിയാ, കൈയൊക്കെ കണ്ട അടിപൊളി. എനിക്കൊരു പ്ലാൻ ഉണ്ട്. കൊറ്റംകുളങ്ങര ക്ഷേത്രത്തില്. ഓ, അവിടെ. അവണീസ്, എന്തോ ഇന്ന് ഏത് പാട്ട് പാടണം? എന്നും ഒരു പൗർണമി. എന്നും ഒരു പൗർണമി. ആരാണ് സംഗീതം?
ജോൺസൺ മാസ്റ്റർ. ആണോ? ആരാ എഴുതിയത്? ഒ.എൻ.വി. സാർ. ആണോ? ചിത്രമ്മ. ആണോ? ഏതാ സിനിമ? പേടിച്ചു. പെട്ടു. സിനിമ. വരട്ടെ വരട്ടെ. ക്ലൂ. ഓർമ്മയില്ല. സിനിമ മഹാനഗരം. മഹാനഗരം ആണെന്നാണ് ഇവിടെ ഗൂഗിൾ പറയുന്നത്. ആണോ? ഓക്കെ, ഗൂഗിൾ മാമ. ഗൂഗിൾ മാമ പറഞ്ഞു. അപ്പോ മാതാപിതാ ഗുരുദേവർ. ഗൂഗിൾ ദൈവം. ശരി, പാടിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
നാഗദേവനും നാദകന്യയും പ്രണയതീരത്തെ പൂന്തിരകളിൽ. ബ്യൂട്ടിഫുൾ സോങ് ആണ് ജോൺ ചേട്ടൻ്റെ. നമ്മുടെ MG അണ്ണൻ പാടി കലക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ് ചമയം എന്ന് പറഞ്ഞ സിനിമയിൽ. ഈ ഒരു സ്കെയിലിൽ ഇഷ്ടംപോലെ പാട്ടുകൾ. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണ് ഇന്നെനിക്കൊരു ദൂതു പോരാമോ, ആരാരും കാണാതെ ഒന്നവിടെ ചെല്ലാമോ, കുറിമാനം നൽകി പോരാമോ. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണേ ഇന്നെനിക്കൊരു ദൂത് പോരാമോ, ആരാരും കാണാതെ ഒന്നവിടെ ചെല്ലാമോ, കുറിമാനം പോരാമോ. കുറിമാനം നൽകി പോരാമെന്നാണ്. മെല്ലെ കുറിമാനം നൽകി കുറിമാനം നൽകി പോരാമോ. യെസ്. യാ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഈ ഒരു ജനസിൽപ്പെട്ടത് ഉണ്ട്. തിരയാടും പാൽക്കടൽ. ഞാൻ തിറയാടു എന്നാണ് ഞാൻ കേട്ടത്. എന്താ പാടിയത്? തിര ആ തിറയല്ല എടാ. തിര തിരയാടും പാൽക്കടല്. പിന്നെ ഈ ഇറിനോടും ഇളിനോടും ഒക്കെ ദേഷ്യമുണ്ടോ? ആ ഉണ്ട്, കുറച്ച് ദേഷ്യമുണ്ട്. ചില്ലക്ഷരങ്ങളോട് ചില്ലക്ഷരങ്ങളോട് എന്തോ ഒരു വല്ലായ്മ. പൗർണമി ആ പ്രൊണൗൺസ് ചെയ്യില്ല. കേപ്പു കേൾപ്പു എന്ന് പറയുന്നത് എങ്ങനെയാ? പൗർണമി പൗർണമി. ആ അതാണ്. കണ്ട എന്റെ കുഞ്ഞു പറയണ കേട്ടാ. ആ ഇർ പൗർണമി. ആ റാറ്റിന്റെ ഇർ വരണം. പൗർണമി. ആ ഞാൻ ശ്രേയക്ക് സാറിന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ്. ഓ യു വാണ്ട് എ റാറ്റ് ഇസ് ഇറ്റ്? ആ പ്രൊണൗൺസ് പൗർണമി. പൗർണമി. പിന്നെ കേൾപ്പു. കേൾപ്പു. ആ അപ്പൊ പൗർണമി എന്ന് പഠിക്കും. ഇന്നും ഒരു പൗർണമി. ആ പിന്നെ കേൾപ്പു. സംഗീതം കേൾപ്പൂ ഞാൻ. ആ ഇപ്പൊ കേൾപ്പ് വന്നു. ഇപ്പൊ സംഗീതം കേട്ടു. ഓക്കെ. എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, ഈ ഫൈനലിലേക്ക് കിടക്കുന്നതുകൊണ്ട് ഞാൻ പറയാണ് ആവണിക്കുട്ടി, നമുക്ക് ഒരു കൺസിസ്റ്റൻസി ലെവൽ നമുക്ക് ഒന്നുകൂടെ ശരിയാക്കി കൊണ്ടുപോകണം. അത് പറ്റും. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ആകെ, അല്ലേ? അവണിക്ക് തീർച്ചയായിട്ടും യു ആർ എ കണ്ടന്റർ. അതിനെപ്പറ്റി സംശയമൊന്നും ഇല്ലല്ലോ. യു ഗോട്ട് ദ ടാലന്റ്, അല്ലേ? പകല് കഴിഞ്ഞിട്ടേ രാത്രി വരാവൂ, രാത്രി കഴിഞ്ഞിട്ടേ പകൽ വരാവൂ. പകലിൻ്റെ ഇടയിൽ രാത്രിയും രാത്രിയുടെ ഇടയിൽ പകലും വരാൻ പാടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്ലസ്സും മൈനസും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കരുത്. പാട്ടിൽ പ്ലസ് മാത്രമാക്കി മാറ്റണം, മൈനസുകളെ എല്ലാം എടുത്ത് മാറ്റണം, വൃത്തിയാക്കി പാടണം. ആ വൃത്തി വരാനായിട്ട് ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആവണിക്കുട്ടി എന്തോ നന്നായിരുന്നു പാടിയതെല്ലാം. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഗോൾഡൻ ക്രൗണിലേക്കാണോ ഇത് പോണതെന്ന് ഒരു അനുപല്ലവി വരെ വിചാരിച്ചു. അതിനുശേഷമാണ് വീക്കായി തുടങ്ങിയത്. പിന്നെ ചരണത്തിൽ നിൻപാദം പതിയും, അവിടെയും ശ്രുതി പ്രോബ്ലം. അനുപല്ലവി അവിടെ നിന്ന് മുതൽ അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടങ്ങി. ഇതിൽ നല്ല സ്കോർ ചെയ്യാനുള്ള ചാൻസസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് പക്ഷേ ഡെവലപ്പ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കണം ആവണിക്കുട്ടി. എന്തായാലും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിംഗറാണ് ആവണിക്കുട്ടി. ഓക്കെ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആവും. ഓക്കെ ഓക്കെ. ഒരു വാവ് മധുമാമന്റെ വക, ഒരു വാവ് ജേട്ടന്റെ വക. ഓക്കെ. എന്തുട്ടെന്ന് എന്തുട്ടാ കേസ്? ഓക്കെ. അപ്പൊ എത്രയാണ്? ഡബിൾ വാവ്. ഡബിൾ വാവ്. ഇനി ഇത് പേരുള്ള പൂക്കുറ്റിയുടെ പേര് ഇവിടെ എന്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട്. പൂക്കുറ്റിയുടെ പേര് അവൻസ്. അവൻസ്, ദേവൻസ്, നരൻസ്, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ ഇതാണ് അവൻസ്. ദേവൻസ് ആരാണ്? ദേവിക, നമ്മുടെ ഓറഞ്ചുട്ടി. നരൻസ് ആര്? സൂര്യനാരായണൻ. പക്ഷെ എന്നെ വിളിക്കുന്നുണ്ട് അല്ലേ?
So, Avan's going to be awarded a double wow today. Wow. Wow. ഒരു അവൻസ് പുകരി പോരട്ടെ. അവൻസ് അപ്പൊ അവൻസ് ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. ശിവാനി, എന്തോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ കോവിഡ് കാലം? ആദ്യത്തെ 2-3 ആഴ്ചയൊക്കെ ഭയങ്കര ബോറടിയായിരുന്നു. പിന്നെ പിന്നെ ഒരു ദിവസം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ ഒരു ഓൺലൈൻ ക്ലാസ്സും പിന്നെ അങ്ങനെ കുറെ ഓക്കെ. മ്യൂസിക്കിന്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സാധകം ചെയ്യലുണ്ട്. ആ. പിന്നെ റൗണ്ടിന് കിട്ടിയ പാട്ടുകളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് പാടി ചെയ്ത് പാടി നോക്കി. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഒരു 80s ഒരു പാട്ട് പാടാം. ആ, ഓക്കെ. ശ്യാമ എന്ന് പറഞ്ഞ സിനിമയിൽ ഷിബു ചക്രവർത്തി എഴുതി രഘുമാർ സാറ് മ്യൂസിക് ചെയ്തു. രഘുമാറേട്ടനെ എനിക്ക് പേഴ്സണലി ഭയങ്കര അടുപ്പമായിരുന്നു മ്യൂസിക് ഡയറക്ടർ. പുള്ളി കുറച്ച് സിനിമകളെ ചെയ്തിട്ടോ ഇല്ലെങ്കിലും എല്ലാം നല്ല നല്ല പാട്ടുകളാണ് മ്യൂസിക്. അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരു പാട്ട് മായാമയൂരം എന്ന് പറഞ്ഞ സിനിമയിൽ കൈക്കുടന്ന നിറയിൽ എന്നുള്ളത്, അതറിയാമോ മോൾക്ക്? അറിയാം. ഒന്ന് പാട്ട് രണ്ടുപേരും. കൈകുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈകുടന്ന നിറയെ തിരുമധുരം തരും. ഈ മ്യൂസിക് കേൾക്കുമ്പോൾ, കാരണം ദാസാറും ജാനകിയമ്മയും കൂടി പാടിയ പാട്ടാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. അത് രഘുമാർ സാറിൻ്റെ സംഗീതത്തിലാണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് പൂങ്കാറ്റ് പാടാം. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, കള്ളക്കണ്ണുള്ള എൻ കാമുകനോട്, ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. പൊക്കുറ്റി ചാന്തിനാൽ കൂറി വരച്ച് നിൽക്കുന്ന കല്യാണ പെണ്ണാണു നീ. മുക്കുറ്റി ചാന്തിനാൽ കൂറി വരച്ച് നിൽക്കുന്ന കല്യാണ പെണ്ണാണു ഞാൻ. നിൻ പ്രേമ സംഗീത സായങ്ങളിൽ, നിൻ ജന്മ സായുജ്യ നേരങ്ങളിൽ പാടുന്നു ഞാൻ ഇന്ന് ഗമപ ഗമപ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, കള്ളക്കണ്ണുള്ള എൻ കാമുകനോട്, ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ.
മഞ്ഞളുമായി വന്നു നീരാടും നീ ലോക സുന്ദരി നീ. കസ്തൂരി മഞ്ഞളുമായി വന്നു നീരാടും നേരത്ത് വന്നവനേ. കാറ്റത്ത് ചേലത്തും കൊണ്ടാടിയോ കാറ്റിന്റെ കള്ളക്കണ്ണങ്ങോടിയോ. നാണിച്ചു നീ പാടി ഗമപ ഗമപ. പൂങ്കാറ്റെ പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. പൂങ്കാറ്റെ പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. പേര് കല്യാണി അജി. എൻ്റെ പേര് തേവണി. ഞങ്ങളുടെ വീട് ചേർത്തലയിലാണ്. ഞങ്ങൾ ടോപ്പ് സിംഗർ മുടങ്ങാതെ കാണാറുണ്ട്. എനിക്ക് ആദ്യത്തെയാണ് ഇഷ്ടം. എനിക്ക് ശ്രീഭുവനെയാണ് ഇഷ്ടം. അവർ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. അവർ ഒരുമിച്ചുള്ള ഒരു പാട്ട് കേൾക്കണം. മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. ഒന്ന് വന്നോട്ടെ ഒത്തല്ലു നിന്നോട്ടെ നാണമെന്റെ ചൊല്ലി ചൊല്ലി നാവിറങ്ങിപ്പോയോ. മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. ലോട്ടസൊത്ത മിഴിയാൽ ചാട്ടുളി നീ എറിഞ്ഞാൻ. പോകൺ വില്ലത്തണു ഞാൻ പോറടിയാൽ തഴുകും. കൊണ്ടോടൊങ്കോ മണ്ടിപ്പെണ്ണെ മയിലേ എന്നോടൊന്ന് സ്പീക്കിക്കൂടെ കുയിലേ. ഓടിവാ കരളെ പെണ്ണാളെ പാടിവാ ലൗഗാനം. ഓടിവാ കരളെ പെണ്ണാളെ പാടിവാ ലൗഗാനം. നാണമെന്റെ ചൊല്ലി ചൊല്ലി നാവിറങ്ങിപ്പോയോ. മാനേ കലമാനേ കസ്തൂരി മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. ഒന്ന് വന്നോട്ടെ ഒത്തില്ലു നിന്നോട്ടെ നാണമെന്റെ ചൊല്ലി ചൊല്ലി നാവിറങ്ങിപ്പോയോ. മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. ആപ്പിളൊത്ത കവിളിൽ കൊളന്നുണക്കുടിയിൽ പ്രേമത്തിന്റെ അണിയോ കോപത്തിന്റെ കെണിയോ. ഡൊങ്കോ പൊൻകിനാവിൻ താളിരേ മാറാതെ നീ എന്റെ മൈൻഡിൻ കുളിരേ.
പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സെമി ഫൈനലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പാട്ടൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ കുട്ടി കുറുമ്പുകൾക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് www.flowerstv.in/voting.